ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫേസ് ടോണറിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ്. ഫേസ് ടോണർ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നവരായിരിക്കും, പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ശരിയായ ഉപയോഗം എന്തിനാണ് എന്നുള്ളത് അറിയാത്തവരുണ്ടായിരിക്കും. അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഫേസ് ടോണർ തയ്യാറാക്കാം. പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് തിളപ്പിച്ച് അതുപോലെ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടി വരും. അതല്ലാതെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകും. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഹോം മെയ്ഡ് ടോണർ ഒരു 6 മാസം വരെ നമുക്കിതിന് ഷെൽഫ് ലൈഫ് കിട്ടുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കെമിക്കൽസും അല്ലെങ്കിൽ ഒരു പ്രിസർവേറ്റീവ്സും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇത്തരം ഹോം മെയ്ഡ് ടോണർ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേത് ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മുഖം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ടോണറിൻ്റെ ഒരു ആവശ്യം വരുന്നത്. മുഖം ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒന്നുകിൽ നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുള്ള സെൽസിന് നല്ലൊരു ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ ഓപ്പൺ പോഴ്സ് ഉണ്ടായിരിക്കും. ആ പോഴ്സ് ഒന്നും കൂടെ ഓപ്പൺ ആയിരിക്കുകയാണ് ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ടോണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം തുറന്നിരിക്കുന്ന സുഷിരങ്ങളൊക്കെ തന്നെ ഒന്ന് അടഞ്ഞിരിക്കാൻ സഹായിക്കും. അതുവഴി നമുക്ക് എന്തെങ്കിലും അഴുക്കൊക്കെ പുറമേ നിന്നുള്ള ഡേർട്ടിനെ ഒക്കെ തന്നെ ഉള്ളിലേക്ക് കടത്തി വിടാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മളിത് ടോണർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇത്തരം ഓപ്പൺ പോഴ്സ് ഒക്കെ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഒക്കെ ചെല്ലാൻ സാധ്യതയുണ്ട്. കാരണം ഹ്യൂമിഡിറ്റി കൂടുതലുള്ള കാലാവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വിയർപ്പൊക്കെ ആയാൽ എന്തെങ്കിലും അഴുക്കുള്ളിൽ പോയാൽ അത് പിന്നീട് നമുക്ക് കൂടുതൽ വലിയ കുരുക്കളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തിയറി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടോണർ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ആൻറ്റി ഏജിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മുഖത്തെ ചുളിവുകൾ ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്ന ടോണറിൻ്റെ ഒരു പ്രശ്നം, സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു ചെറിയ വലിവ് പോലെ നമുക്ക് തോന്നപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ടോണർ എന്ന് പറഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പ്യുവറായിട്ടുള്ള ടോണർ ഫോം അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചൊരു സമയം എടുക്കും എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 6 മാസം വരെ പിന്നെ ടോണറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഒക്കെയുള്ള ഉപയോഗങ്ങളാണ് നമുക്ക് ടോണർ ഉപയോഗിച്ചാലുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. കാരണം ടോണർ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കും, പക്ഷേ ടോണർ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി അത് നെസസറി ആണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഗുണങ്ങളാണ് നമുക്ക് സ്കിന്നിന് തരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇനി ഒരു പ്രശ്നമില്ലാത്ത സ്കിന്നാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത്തരം പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ചെയ്ത് നിലനിർത്താൻ ഇത് സഹായിക്കും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോണർ തയ്യാറാക്കുന്നത് എന്നെല്ലാം കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ സ്കിൻ ടോണർ തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലെ പ്രധാന ചേരുവയായിട്ട് എടുക്കുന്നത് കുക്കുംബർ അല്ലെങ്കിൽ കക്കിരിയാണ്. അതിനിവിടെ വലിയൊരു കക്കിരിയാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വീതം എടുക്കാം. അപ്പോൾ ഇത് സ്കിന്നിലെന്ന് പറഞ്ഞാൽ മുഖത്തെ കുരുക്കൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ സ്കിന്ന് നല്ല സ്മൂത്താക്കി വെക്കാനും മുഖത്തെ പഫിനെസ് അറിയായിരിക്കും. കുറച്ച് കണ്ണിന് താഴെയൊക്കെ നമുക്ക് അത്യാവശ്യം വീർത്തിരിക്കുന്നത് പോലെയൊക്കെ തോന്നാം. ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുഖത്ത് നീരുണ്ടെങ്കിലൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ഇത് ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. ഓറഞ്ച് തൊലിയും തന്നെ സ്കിന്ന് നല്ല മോയ്സ്ചറാക്കാനും നല്ല സ്കിൻ ഗ്ലോ ചെയ്യാനും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ലൈറ്റനിങ് പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. ടാനൊക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ആര്യവേപ്പില എന്ന് പറയുന്നത് ബ്ലെമിഷസ് കുറയ്ക്കാനും കറുത്ത കുത്തുകളുണ്ട് പോവാനും റെഡ്നെസ് കുറയ്ക്കാനും ഒക്കെ ഉള്ളതുകൊണ്ടും ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് മുഖത്തിന് കുരുക്കൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഇനി ഈ നീം ലീവ്സ് മാത്രം ഇട്ടിട്ട്
വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിടി തുളസി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വലിയൊരു പാത്രത്തിൽ ഒന്നിച്ച് ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രം നമുക്ക് ഒരു പാത്രം, ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തത് അത്യാവശ്യം കട്ടിയുള്ള പാത്രം നിന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ്, കാരണം അതിൽ വെള്ളം ചേർത്ത് തിളപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ച് അതിന് മുകളിൽ നമുക്ക് ടോണർ കളക്ട് ചെയ്യാനുള്ള പാത്രമാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പം കഴിയണതും ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങളായിരിക്കും ഒന്നുകൂടെ നല്ലത്, പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഗ്ലാസ് ആവുമ്പം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുകളിൽ വച്ച പാത്രത്തിൻ്റെ അത്ര തന്നെ ഒരു മുകളിലേക്ക് വെള്ളം വരരുത്. പാത്രത്തിന് ഒരു അല്പം താഴെ വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ചിരിക്കണ കുക്കുംബറും ഇതിൻ്റെ തൊലിയൊക്കെ വെച്ചിരിക്കണ അതേ ലെവലിൽ വെള്ളം ഒഴിക്കാം. അത് എത്ര ഗ്ലാസ് ആണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എളുപ്പപ്പണി ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖക്കുരു കൂടുതലുള്ളവരാണെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല മാത്രം ഇട്ടിട്ട് ചെയ്യാം. അതല്ല നല്ല വെറുതെ ചെയ്യുന്നതാണ്, ഒരു റോസ് വാട്ടർ മാത്രമാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റോസാപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം ഇതിൽ വിതറി ഇട്ടാൽ മതി. അപ്പോൾ അത് നമ്മുടെ സൗകര്യം പോലെ ഏത് വേണമെന്ന് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇത് വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇതിൻ്റെ തൊലി കൂടെ ഇട്ടിട്ടുള്ളത്. ഇനി പാത്രത്തിൻ്റെ അടപ്പ് ഞാൻ തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഐസ് കട്ട, ഇതൊരു 4-5 ഐസ് ക്യൂബ്, അതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. മാക്സിമം ഒരു 30 മിനിറ്റാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിവാക്കി വീണ്ടും ഐസ് ഇട്ടിട്ട് സിമ്മിലിട്ടാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് വെട്ടിത്തിളച്ച് വെള്ളം വരുന്നത് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിലിടാം. അതിനുശേഷം ഐസ് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട്, അതായത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും അത് തുറന്ന് നോക്കരുത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടോണർ റെഡി ആയിട്ടുണ്ട്. ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിൻ്റെ ഒരു ടോണർ ഞാൻ ഇതിന് മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് pH ബാലൻസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതും ആയതുകൊണ്ട്, അത് മാത്രമല്ല വൈറ്റമിൻ സി കണ്ടൻറ്റും കൂടെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് നല്ലൊരു മിസ്റ്റ് ടോണറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർഗാനിക് നേത്രയുടെ ഇത് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം, കാരണം ഉണ്ടാക്കി ഉപയോഗിക്കാനൊക്കെ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ കാണിച്ചു തന്നതാണ് ഓർഗാനിക് നേത്ര എന്നുള്ളത്. ഇവരുടെ ഈ ടോണർ എനിക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് തോന്നി മറ്റു ടോണറിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ടോണർ വീട്ടിൽ തന്നെ സമയമുള്ളവരാണെങ്കിലും ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫേസ് ടോണർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.